ഹൃദയങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ ഈ പകൽ നമുക്കായിരിക്കാനിടയാകട്ടെ. ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം, ആമേൻ, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും ജീവനും ചൈതന്യമുള്ളതായ സന്ധിമജ്ജകളെ തുളച്ചു ചെല്ലുമാറ്, ആമേ, മാംസരക്തങ്ങളെ ജഡങ്ങളെ ഒക്കെ വേർപിടിവിക്കുമാറ് നമ്മുടെ ചിന്തകളെ വിവേചിക്കുന്ന ദൈവത്തിൻ്റെ വചനം. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മുഖാന്തരം എന്ത് ചെയ്യും? ജീവിപ്പാൻ ഇടയാകും. അല്ലേ? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആമേ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പകൽ ആമേ നമ്മുടെ മേൽ ഒരു ആത്മീക അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിൽ നിൽക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ എന്തായിത്തീരുന്നു? ആമേ, സ്തോത്രം, വെളിച്ചമുള്ള മക്കളാകുന്നു. വെളിച്ചം ഉള്ള സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം? വെളിച്ചത്തിൽ നടക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പകൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്, ആമേ, സ്തോത്രം, ശൂന്യതയുള്ളവരായിട്ടല്ല, ആമേ, നിർജീവരായിട്ടല്ല, ഒന്നുമില്ലാത്തവരെ പോലെയല്ല, നിരാശയുള്ളവരെ പോലെയല്ല, മറിച്ച് നാം ദൈവത്തിൻ്റെ പാദപീഠയായിരിക്കുന്നത് ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മക്കൾ ആയിട്ടാണ്. ആമേ, സ്തോത്രം. വെളിച്ചത്തിൻ്റെ മക്കൾ എന്തു ചെയ്യുന്നു? ആമേ, സ്തോത്രം, വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അങ്ങനെയെങ്കിൽ വെളിച്ചം പ്രാപിച്ച നാം ആ യേശുവിനോടൊപ്പം ചേർന്ന് മാർച്ച് പാസ്റ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടാണ്? നിത്യതയെ ലക്ഷ്യമാക്കി. നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അത് ഈ ഭൂമിയിലെ ധനമോ മാനമോ സമ്പത്തോ അല്ല, മറിച്ച് നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. എത്ര പേർക്ക് സന്തോഷം?